മജ്ജ്‌മ നികായ 148 ചച്ചക്ക സൂത്ത്. 6ൻ്റെ 6 സെറ്റ്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, ഞാൻ ആദിയിൽ കല്യാണകരമായിട്ടുള്ള, മധ്യത്തിൽ കല്യാണകരമായിട്ടുള്ള, അന്ത്യത്തിൽ കല്യാണകരമായിട്ടുള്ള, കേവലം പരിപൂർണം, കേവലം പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മചര്യത്തെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കാം. അതാണ് 6 സെറ്റിൻ്റെ 6, അല്ലെങ്കിൽ ചച്ചക്ക. അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ ഭഗവാന് ഉത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: 6 ഉള്ളിലുള്ള ആയതനങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ അറിയണം. ആയതനം എന്ന് പറയുന്ന സമയത്ത് വാതിൽ, അതിനെ നമ്മൾക്ക് ഇന്ദ്രിയങ്ങൾ എന്നും വേണമെങ്കിൽ പറയാം. 6 പുറത്തുള്ള ആയതനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. 6 തരത്തിലുള്ള വിജ്ഞാനത്തെ നമ്മൾ മനസ്സിലാക്കണം. 6 തരത്തിലുള്ള സ്പർശത്തെ നമ്മൾ മനസ്സിലാക്കണം. 6 തരത്തിലുള്ള വേദനകളെ നമ്മൾ മനസ്സിലാക്കണം. 6 തരത്തിലുള്ള തൃഷ്ണകളെ നമ്മൾ മനസ്സിലാക്കണം. 6 തരത്തിലുള്ള ഉള്ളിലെ ആയതനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ചക്ഷു അല്ലെങ്കിൽ കണ്ണിൻ്റെ ആയതനമുണ്ട്, സോത അല്ലെങ്കിൽ കാതിൻ്റെ ആയതനമുണ്ട്, ഘാണ മൂക്കിൻ്റെ ആയതനം, ജിവ്വ നാവിൻ്റെ ആയതനം, കായ ശരീരത്തിൻ്റെ ആയതനം, മന മനസ്സിൻ്റെ ആയതനം. ഈ 6 ഉള്ളിലുള്ള ആയതനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പറയാനുള്ള കാരണം ഇതാണ്. 6ൽ ആദ്യത്തെ സെറ്റ്. 5 പുറത്തുള്ള ആയതനങ്ങളെ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? രൂപത്തിൻ്റെ ആയതനത്തെക്കുറിച്ച് മനസ്സിലാക്കണം, ശബ്ദത്തിൻ്റെ ആയതനത്തെക്കുറിച്ച് മനസ്സിലാക്കണം, ഗന്ധത്തിൻ്റെ ആയതനത്തിനെക്കുറിച്ച് മനസ്സിലാക്കണം, രസത്തിൻ്റെ ആയതനത്തെക്കുറിച്ച് മനസ്സിലാക്കണം, ഫോഡപ്പ അല്ലെങ്കിൽ സ്പർശത്തിൻ്റെ ആയതനത്തിനെക്കുറിച്ച് മനസ്സിലാക്കണം, ധർമ്മത്തിൻ്റെ ആയതനത്തിനെക്കുറിച്ച് മനസ്സിലാക്കണം. പുറത്തുള്ള ഈ 6 ആയതനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അത് പറയാനുള്ള കാരണം ഇതാണ്. 6ൽ രണ്ടാമത്തെ സെറ്റ്. 6 വിജ്ഞാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ചക്കുഞ്ച പഠിച്ച രൂപേച്ച ഉപ്പജ്ജതി ചക്കു വിജ്ഞാനം. ചക്ഷു അല്ലെങ്കിൽ കണ്ണ്, അതും രൂപത്തെയും ആശ്രയിച്ചിട്ടാണ് ചക്ഷുവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. കാതിനെയും ശബ്ദത്തെയും ആശ്രയിച്ചിട്ടാണ് ശ്രോതവിജ്ഞാനം ഉണ്ടാകുന്നത്. മൂക്കിനെയും ഗന്ധത്തെയും ആശ്രയിച്ചിട്ടാണ് ഘാണവിജ്ഞാനം ഉണ്ടാകുന്നത്. നാവിനെയും രസത്തിനെയും ആശ്രയിച്ചിട്ടാണ് ജിഹ്വാവിജ്ഞാനം ഉണ്ടാകുന്നത്. ശരീരത്തെയും സ്പർശത്തെയും ആശ്രയിച്ചിട്ടാണ് കായവിജ്ഞാനം ഉണ്ടാകുന്നത്. മനസ്സിനെയും ധർമ്മത്തിനെയും ആശ്രയിച്ചിട്ടാണ് മനോവിജ്ഞാനം ഉണ്ടാകുന്നത്. ഈ 6 വിജ്ഞാനങ്ങളെ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പറയാനുള്ള കാരണം ഇതാണ്. 6ൽ മൂന്നാമത്തെ സെറ്റ്. 6 തരത്തിലുള്ള സ്പർശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ചക്കുഞ്ച പഠിച്ച രൂപേച ഉപ്പജ്ജതി ചക്കുവിജ്ഞാനം തിന്നം സംഗതി ഫസ്സോ. ചക്ഷു അല്ലെങ്കിൽ കണ്ണ്, അതേപോലെ തന്നെ രൂപം, രണ്ടിനെയും ആശ്രയിച്ചിട്ടാണ് ചക്ഷുവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. ഈ 3ൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സോതത്തെയും ശബ്ദത്തെയും ആശ്രയിച്ചിട്ടാണ് സോതവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. 3ൻ്റെയും സംഗമമാണ് സ്പർശം. മൂക്കിൻ്റെയും ഗന്ധത്തെയും ആശ്രയിച്ചിട്ടാണ് ഘാണവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. 3ൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. നാവിനെയും രസത്തെയും ആശ്രയിച്ചിട്ടാണ് ജിഹ്വാവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. 3ൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. ശരീരത്തിനെയും സ്പർശത്തെയും ആശ്രയിച്ചിട്ടാണ് കായവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. 3ൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. മനസ്സിനെയും ധർമ്മത്തിനെയും ആശ്രയിച്ചിട്ടാണ് മനോവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. 3ൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. ഈ 6 തരത്തിലുള്ള സ്പർശങ്ങളെ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അത് പറയാനുള്ള കാരണം ഇതാണ്. 6ലെ 4ാമത്തെ സെറ്റ്. 6 വേദനകളെ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ചക്കുഞ്ച പഠിച്ച രൂപേച ഉപ്പജ്ജതി ചക്കുവിജ്ഞാനം തിന്നം സംഗതി ഫസ്സോ ഫസ്സ പച്ചയ വേദന. ചക്ഷു അതേപോലെ തന്നെ രൂപം, രണ്ടിനെയും ആശ്രയിച്ചിട്ടാണ് ചക്ഷുവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. 3
കൂടിച്ചേരുന്ന സമയത്താണ് സ്പർശമുണ്ടാകുന്നത്. സ്പർശത്തിൻ്റെ കാരണത്താലാണ് വേദനയുണ്ടാകുന്നത്. കാതിനെയും സ്പർശത്തെയും ആശ്രയിച്ചിട്ടാണ് ശ്രോതവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദനയുണ്ടാകുന്നത്. മൂക്കും ഗന്ധവും ആശ്രയിച്ചിട്ടാണ് ഘ്രാണവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദനയുണ്ടാകുന്നത്. നാവും രസത്തെയും ആശ്രയിച്ചിട്ടാണ് ജിഹ്വാവിജ്ഞാനം ഉണ്ടാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്തിൻ്റെ കാരണമാണ് വേദന ഉണ്ടാകുന്നത്. ശരീരവും സ്പർശവി പദാർത്ഥവും ആശ്രയിച്ചിട്ടാണ് കായവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദന ഉണ്ടാകുന്നത്. മനസ്സിനെയും ധർമ്മത്തെയും ആശ്രയിച്ചിട്ടാണ് മനോവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദന ഉണ്ടാകുന്നത്. 6 വേദനകളെ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പറയാനുള്ള കാരണം ഇതാണ്. 6ൽ 5ാമത്തെ സെറ്റ്. 6 തരത്തിലുള്ള തൃഷ്ണകളെ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ചക്കുഞ്ച പഠിച്ച രൂപേച ഉപ്പജ്ജതി ചക്കുവിജ്ഞാനം തിന്നം സംഗതി ഫസ്സോ ഫസ്സ പച്ചയ വേദന വേദന പച്ചയ തണഹ. ചക്ഷുവിനെയും രൂപത്തെയും ആശ്രയിച്ചിട്ടാണ് ചക്ഷുവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദനയുണ്ടാകുന്നത്. വേദനയാലാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. കാതും അതേപോലെ തന്നെ ശബ്ദത്തെയും ആശ്രയിച്ചിട്ടാണ് ശ്രോതവിജ്ഞാനം ഉണ്ടാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദനയുണ്ടാകുന്നത്. വേദനയാൽ ആണ് തൃഷ്ണയുണ്ടാകുന്നത്. മൂക്കും ഗന്ധവും കൂടിച്ചേരുന്ന സമയത്താണ് ഘ്രാണവിജ്ഞാനം ഉണ്ടാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദനയുണ്ടാകുന്നത്. വേദനയാലാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. നാവും രസവും ആശ്രയിച്ചിട്ടാണ് ജിഹ്വാവിജ്ഞാനം ഉണ്ടാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദനയുണ്ടാകുന്നത്. വേദനയാലാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. ശരീരത്തെയും സ്പർശവ്യ പദാർത്ഥത്തെയും ആശ്രയിച്ചിട്ടാണ് കായവിജ്ഞാനം ഉണ്ടാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദനയുണ്ടാകുന്നത്. വേദനയാലാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. മനസ്സും ധർമ്മവും ആശ്രയിച്ചിട്ടാണ് മനോവിജ്ഞാനം ഉണ്ടാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദനയുണ്ടാകുന്നത്. വേദനയാലാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. 6 തരത്തിലുള്ള തൃഷ്ണകളെയും നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പറയാനുള്ള കാരണം ഇതാണ്. 6ൽ 6ാമത്തെ സെറ്റ്. ചക്ഷു അത്ത ആണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് വിശ്വാസയോഗ്യമല്ല. അത്ത എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്നാണ് അർത്ഥം, അതായത് ശരീരം. എന്തെന്നാൽ ചക്ഷുവിൻ്റെ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉൽപ്പാദവും വ്യയവും അല്ലെങ്കിൽ ഇല്ലാതാകലും നമ്മൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള കാര്യമാണ്, അനുഭവമുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത്ത നമ്മുടെ ഉൽപ്പന്നമാകുന്നു, അതേപോലെ തന്നെ ഇല്ലാതാകുന്നു. അതിനാൽ ചക്കു അല്ലെങ്കിൽ കണ്ണ് അത്തയാണെന്നുള്ള വാദം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ ചക്ഷു അനത്തയാണ്. ആരെങ്കിലും പറയാണ് രൂപ അത്ത ആണ് എന്ന്, പക്ഷേ അത് വിശ്വാസയോഗ്യമല്ല. എന്തെന്നാൽ രൂപത്തിൻ്റെ ഉദയവും വ്യയവും നമ്മൾക്ക് പ്രകടമാണ്. അതിനാൽ രൂപം ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന കാര്യം വരുന്നു. അതിനാൽ രൂപം അത്ത അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ള ആ വാദം നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ ചക്ഷു അനാത്മകമാണ്, രൂപ അനത്തയാണ്. അനത്ത എന്ന് പറയുമ്പോൾ അനാത്മകം, ഞാനല്ല, എൻ്റെ അല്ല. ആരെങ്കിലും പറയുകയാണ് ചക്ഷുവിജ്ഞാനം അത്ത ആണെന്ന്, പക്ഷേ അത് വിശ്വസിക്കാൻ സാധിക്കില്ല. എന്തെന്നാൽ ചക്ഷുവിജ്ഞാനത്തിൻ്റെ ഉൽപ്പന്നവും വ്യയവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അത്ത എന്ന് പറയുന്നത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം വരുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് ചക്ഷുവിജ്ഞാനം അത്ത എന്നുള്ള വാദം അംഗീകരിക്കാൻ സാധിക്കാത്തത്. അതിനാൽ ചക്ഷു അനത്ത, രൂപ അനത്ത, ചക്ഷുവിജ്ഞാനം അനത്ത. ഇനി ആരെങ്കിലും പറയുകയാണ് ചക്കുവിൻ്റെ സ്പർശം അത് അത്ത ആണ് എന്ന്, പക്ഷേ അത് വിശ്വാസയോഗ്യമല്ല. എന്തെന്നാൽ ചക്ഷുവിൻ്റെ സ്പർശം ഉദയവും വ്യയവും ആകുന്നു. അതിനാൽ അത്ത ഉൽപ്പന്നമാകുന്നു, വ്യയമാകുന്നു എന്ന് വരുന്നു. പക്ഷേ അത് വിശ്വാസയോഗ്യമല്ല. അതിനാൽ കണ്ണിൻ്റെ സ്പർശം എന്നുള്ളത് അത്ത അല്ല. അതിനാൽ കണ്ണ് അനത്ത, അതായത് അനാത്മകം, ഞാനല്ല, എൻ്റെ അല്ല. രൂപ അനത്ത, ചക്ഷുവിജ്ഞാനം അനത്ത, ചക്കു സംഫസം അല്ലെങ്കിൽ ചക്കുവിൻ്റെ സ്പർശം എന്ന് പറയുന്നത് അനത്ത.
ഇതേപോലെ ആരെങ്കിലും പറയുകയാണ് വേദനയാണ് അത്ത എന്ന് പറയുന്നത്, പക്ഷെ അത് വിശ്വാസയോഗ്യമല്ല. എന്തെന്നാൽ വേദനയുടെ ഉൽപ്പത്തി വ്യയം നമ്മൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ കാര്യം ഇങ്ങനെ വരുന്നു: നമ്മുടെ അത്ത ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അതിനാൽ ആ വാദം വിശ്വാസയോഗ്യമല്ല. വേദന അത്ത ആണ് എന്നുള്ള ആ വാദം വിശ്വാസയോഗ്യമല്ല. അതിനാൽ കണ്ണ് അനത്ത, രൂപ അനത്ത, ചക്ഷുവിജ്ഞാനം അനത്ത, ചക്കു സംഭസ അനത്ത, വേദന അനത്ത. ആരെങ്കിലും നമ്മളോട് പറയുകയാണ് വേദന എന്നുള്ളത് അത്തയാണ് എന്ന്, അത് വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമല്ല. എന്തെന്നാൽ വേദനയുടെ ഉൽപ്പത്തി വ്യയം നമ്മൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അത്ത ഉൽപ്പന്നമാകുന്നു, വ്യയമാകുന്നു എന്നുള്ള കാര്യം വരുന്നു. പക്ഷേ അത് വിശ്വാസയോഗ്യമല്ല. തൃഷ്ണ അത്തയല്ല. അതിനാൽ ചക്ഷു അനത്ത, രൂപ അനത്ത, ചക്ഷുവിജ്ഞാനം അനത്ത, ചക്കു സ്പർശം അനത്ത, വേദന അനത്ത, തൃഷ്ണ അനത്ത. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളുടെയും. അതായത് ചിലർ പറയും കാത് അത്തയാണെന്ന്, പക്ഷേ കാതിൻ്റെ ഉൽപ്പത്തി വ്യയം അത് നമുക്ക് കാണാവുന്നതാണ്. അതിനാൽ കാത് അത്തയല്ല, അത് അനത്തയാണ്. അതേപോലെ തന്നെ കാത്, ശബ്ദം, കാതിൻ്റെ വിജ്ഞാനം, കാതിൻ്റെ സ്പർശം, വേദന, തൃഷ്ണ ഇതെല്ലാം അനത്തയാണ്, അനാത്മകമാണ്. ഒന്നും ഞാനല്ല, എൻ്റെയല്ല. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. ചിലർ പറയുന്നു മൂക്ക് അത്തയാണെന്ന്, ചിലർ പറയുന്നു നാവ് അത്തയാണെന്ന്, ചിലർ പറയുന്നു കായ അല്ലെങ്കിൽ ശരീരം അത്തയാണെന്ന്, ചിലർ പറയുന്നു മനസ്സ് അത്ത ആണ് എന്ന്. പക്ഷെ അത് വിശ്വാസയോഗ്യമല്ല. എന്തെന്നാൽ മനസ്സിൻ്റെ ഉൽപ്പത്തിയും വ്യയവും നമ്മൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അത്ത ഉൽപ്പന്നമാകുന്നു, അപ്രത്യക്ഷമാകുന്നു എന്നുള്ള കാര്യം വരും. പക്ഷേ അതിനാൽ മനസ്സ് അത്തയാണ് എന്നുള്ള കാര്യം വിശ്വാസയോഗ്യമല്ല. അതിനാൽ മനസ്സ് അനത്തയാണ്, അനാത്മകമാണ്. ആരെങ്കിലും പറയുകയാണ് ധമ്മ അത്തയാണ് എന്ന്, അതായത് മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ തൻ്റെയാണ് എന്ന് പറയുന്നു. എന്നാൽ ആ ധർമ്മത്തിൻ്റെ ഉൽപ്പത്തിയും വ്യയവും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനാൽ നമ്മുടെ അത്ത ഉൽപ്പന്നമാകുന്നു, വ്യയമാകുന്നു എന്നുള്ള കാര്യം വരും. അതിനാൽ ധമ്മ അത്തയല്ല. അതിനാൽ മനസ്സും അനത്തമാണ്, ധമ്മവും അനത്തമാണ്. ചിലർ പറയും മനോവിജ്ഞാനം അത്ത ആണ് എന്ന്. എന്നാൽ മനോവിജ്ഞാനം ഉൽപ്പന്നമാകുന്നതും വ്യയമാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അത്ത ഉൽപ്പന്നമാകുന്നു, വ്യയമാകുന്നു എന്ന് പറയേണ്ടി വരും. അതിനാൽ മനോവിജ്ഞാനം അത്തയല്ല. മനസ്സ് അനത്തയാണ്, ധമ്മ അനത്തയാണ്, മനോവിജ്ഞാനം അനത്തയാണ്. മനസ്സിൻ്റെ സ്പർശം അത്തയാണെന്ന് ചിലർ പറയും. എന്നാൽ മനസ്സിൻ്റെ സ്പർശം എന്നുള്ളത് ഉൽപ്പാദവും വ്യയവും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരും അത്ത ഉൽപ്പന്നമാകുന്നു, വ്യയമാകുന്നു എന്ന്. അതിനാൽ മനസ്സിൻ്റെ സ്പർശം അത്തയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ മനസ്സ് അനത്തയാണ്, ധമ്മം അനത്തയാണ്, മനോവിജ്ഞാനം അനത്തയാണ്, മനോസ്പർശം അനത്തയാണ്. ചിലർ പറയും വേദന അത്ത ആണ് എന്ന്. എന്നാൽ ആ വേദന ഉൽപ്പന്നവും വ്യയവും ആകുന്നു. അപ്പോൾ നമ്മുടെ അത്ത ഉൽപ്പന്നവും വ്യയവും ആകുന്നു എന്ന് പറയേണ്ടി വരും. അതിനാൽ വേദന അത്ത ആണ് എന്നുള്ള വാദം അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ മനസ്സ് അനത്തയാണ്, ധമ്മം അനത്തയാണ്, മനോവിജ്ഞാനം അനത്തയാണ്, മനോസംഫസം അനത്തയാണ്, വേദന അനത്തയാണ്. ചിലർ പറയുന്നു തൃഷ്ണ അത്തയാണെന്ന്. പക്ഷേ അത് വിശ്വസിക്കാൻ സാധിക്കില്ല. എന്തെന്നാൽ തൃഷ്ണയുടെ ഉൽപ്പത്തിയും വ്യയവും വളരെ വ്യക്തമാണ്. അതിനാൽ അത്ത ഉൽപ്പന്നമാകുന്നു, വ്യയമാകുന്നു എന്ന് പറയേണ്ടി വരും. അതിനാൽ തൃഷ്ണ അത്തയാണ് എന്നുള്ള വാദം അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ മനസ്സ് അനത്തയാണ്, ധമ്മം അനത്തയാണ്, മനോവിജ്ഞാനം അനത്തയാണ്, മനോസ്പർശം അനത്തയാണ്, വേദന അനത്തയാണ്, തൃഷ്ണ അനത്തയാണ്. അയം ഖോപണ ഭിഖവേ സക്കായ സമുദയഗാമിനി പടിപത. ഭിക്ഷുക്കളെ, ഇതാണ് സക്കായ സമുദയഗാമിനി, അതായത് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ആ തോന്നൽ, അതിലേക്ക് നയിക്കുന്ന മാർഗം ഇതാണ്. നമ്മൾക്കറിയാം, ഒരു ശ്രോതാപന്നനാകണമെങ്കിൽ ആദ്യം ഈ സക്കായ ദിട്ടി നമ്മുടെ മാറണം. അതായത് ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ്, ഇതിനോട് രണ്ടിനോടുള്ള താതാത്മ്യം മാറണം. ഇത് ഞാനാണ്, എൻ്റെ ആണെന്നുള്ള താതാത്മ്യം മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശ്രോതാപന്നൻ ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സക്കായ ദിട്ടി നമ്മുടെ കൂടുന്നത് എന്തുകൊണ്ടാണ്? അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അതിൻ്റെ മാർഗത്തെ പറ്റിയാണ് പറയുന്നത്. ചക്കും ഏതം മമ ഏസോഹമസ്മി ഏസോമേ അത്താതി സമനുപස්සതി. നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നു, ചക്ഷു അത് എൻ്റേതാണ്, ഏതം മമ
ഏസോഹമസ്മി, ഞാൻ ഇതാണ്. ഏസോമേ അത്താദി, ഇത് എൻ്റെ അത്തയാണ് എന്ന് നമ്മൾ കരുതുന്നു. ഇതുകൊണ്ടാണ് സക്കായ ദിട്ടി ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും. രൂപം, ഇത് എൻ്റെയാണ്, ഇത് ഞാനാണ്, ഇത് എൻ്റെ അത്തയാണ് എന്ന് വിശ്വസിക്കുന്നു. ചക്ഷുവിജ്ഞാനം, ഇത് ഞാനാണ്, ഇത് എൻ്റെയാണ്, ഇത് എൻ്റെ അത്തയാണ് എന്ന് വിശ്വസിക്കുന്നു. ചക്ഷുവിൻ്റെ സ്പർശം, ഇത് ഞാനാണ്, ഇത് എൻ്റെയാണ്, ഇത് എൻ്റെ അത്തയാണ് എന്ന് വിശ്വസിക്കുന്നു. വേദന, ഇത് ഞാനാണ്, എൻ്റെയാണ്, എൻ്റെ അത്തയാണ് എന്ന് വിശ്വസിക്കുന്നു. തൃഷ്ണ, ഇത് ഞാനാണ്, ഇത് എൻ്റെയാണ്, ഇത് എൻ്റെ അത്തയാണെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. കാത്, ശബ്ദം, കാതിൻ്റെ വിജ്ഞാനം, കാതിൻ്റെ സ്പർശം, കാതിൻ്റെ വേദന, തൃഷ്ണ, ഇതെല്ലാം ഞാനാണ്, ഇതെല്ലാം എൻ്റെയാണ്, ഇതെല്ലാം എൻ്റെ അത്തയാണ് എന്ന് വിശ്വസിക്കുന്നു. ഇതുമൂലമാണ് സക്കായ ദിട്ടി ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെയും മനസ്സിലാക്കണം. മൂക്കിനെ, നാവിനെ, സ്പർശത്തിനെ, ഇതെല്ലാം ഇത് ഞാനാണ്, എൻ്റെയാണ്, എൻ്റെ അത്തയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ മനസ്സിനെ, ധർമ്മത്തെ, മനോവിജ്ഞാനത്തെ, മനസ്സിൻ്റെ സ്പർശത്തെ, മനസ്സിൻ്റെ വേദനയെ, തൃഷ്ണയെ, ഇതെല്ലാം ഞാനാണ്, എൻ്റെയാണ്, എൻ്റെ അത്തയാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് സക്കായ ദിട്ടി, അതായത് ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ് എന്ന മിഥ്യാബോധം ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയാണ് ഈ സക്കായ ദിട്ടിയെ ഇല്ലാതാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അയം കോപന ഭിക്കവേ സക്കായ നിരോധഗാമിനി പടിപത. ഭിക്ഷുക്കളെ, ഇനി പറയുന്ന കാര്യങ്ങളാണ് സക്കായ ദിട്ടിയെ നിരോധമാക്കുന്ന വഴി. ചക്കും നേതം മമ നേസോഹമസ്മി നാ മേസോ അത്താദി സമനുപസ്സതി. നമ്മൾ ചക്ഷുവിനെ ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ അത്തയല്ല എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ രൂപത്തെ ഇത് ഞാനല്ല, ഇത് എൻ്റെയല്ല, ഇത് എൻ്റെ അത്തയല്ല എന്ന് നമ്മൾ കരുതുന്നു. ചക്ഷുവിജ്ഞാനത്തെ ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ അത്തയല്ല എന്ന് വിശ്വസിക്കുന്നു. ചക്ഷു സ്പർശത്തെ ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇതെൻ്റെ അത്തയല്ല എന്ന് വിശ്വസിക്കുന്നു. വേദനയെ ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ അത്തയല്ല എന്ന് വിശ്വസിക്കുന്നു. തൃഷ്ണയെ ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ അത്തയല്ല എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെയാണ് കാതും അതേപോലെ തന്നെ മറ്റിന്ദ്രിയങ്ങളും. കാതിനെ നമ്മൾ ഇതെൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് അത്തയല്ല എന്ന് വിശ്വസിക്കുന്നു. മൂക്കിനെ, നാവിനെ, ശരീരത്തെ, മനസ്സിനെ ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇതെൻ്റെ അത്തയല്ല എന്ന് നമ്മൾ കാണുന്നു. ധർമ്മത്തെ ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ അത്തയല്ല എന്ന് കാണുന്നു. മനോവിജ്ഞാനത്തെ ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ അത്തയല്ല എന്ന് കാണുന്നു. മനോസ്പർശത്തെ ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇതെൻ്റെ അത്തയല്ല എന്ന് കാണുന്നു. വേദനയെ ഇത് ഞാനല്ല, ഇത് എൻ്റെയല്ല, ഇത് എൻ്റെ അത്തയല്ല എന്ന് കാണുന്നു. തൃഷ്ണയെ ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ അത്തയല്ല എന്ന് കാണുന്നു. ചക്കുഞ്ച ഭിക്കവേ പഠിച്ച രൂപേജ ഉപ്പജ്ജതി ചക്കു വിജ്ഞാനം തിന്നം സംഗതി ഫസ്സ പച്ചയ ഉപജ്ജതി വേദീതം സുഖം വ ദുഃഖം വ അദുഃഖമസുഖം വ. ഭിക്ഷുക്കളെ, ചക്ഷുവിനെ ആശ്രയിച്ചിട്ട് ഉണ്ടാകുന്നതാണ് ചക്ഷുവിജ്ഞാനം. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശം മൂലമാണ് സുഖം, ദുഃഖം, അദുഃഖ അസുഖം ആയിട്ടുള്ള വേദനകൾ ഉണ്ടാകുന്നത്. അതിനാൽ ഏത് സമയത്ത് സുഖമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്നുവോ നമ്മൾ അതിനെ അഭിനന്ദിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, അതിൽ ആസക്തമാകുന്നു എങ്കിൽ അതിൽ രാഗത്തിൻ്റെ അനുസയം ഉണ്ട്. അതായത് അതുമൂലം നമ്മുടെ രാഗം വർദ്ധിക്കുന്നു. നമ്മൾ ദുഃഖകരമായിട്ടുള്ള ഒരു വേദന അനുഭവിക്കുകയാണ് എങ്കിൽ നമ്മൾ അതിൽ ശോകം ഉണ്ടാക്കുകയാണ്, ദുഃഖിക്കുകയാണ്, കരയുകയാണ്, പരിദേവം ചെയ്യുകയാണ്, മോഹം ഉണ്ടാകുകയാണ് എങ്കിൽ അതിൻ്റെ ഉള്ളിൽ ദ്വേഷത്തിൻ്റെ സംസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അദുഃഖ അസുഖമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ സത്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ തുടക്കം, ഒടുക്കം, ആസ്വാദനം, ആദിനവം അല്ലെങ്കിൽ ഭയം, അതിൽ നിന്നുള്ള വിടുതൽ, ഇതിനെ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതിൽ അവിദ്യയുടെ അനുസയം ഉണ്ട്. ഭിക്ഷുക്കളെ, സുഖമായിട്ടുള്ള സംവേദന ഉണ്ടാകുന്ന സമയത്ത്
അതുമൂലം ഉണ്ടാകുന്ന രാഗത്തിൻ്റെ അനുസയത്തെ ഉപേക്ഷിക്കാതെ, ദുഃഖമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ദ്വേഷത്തിൻ്റെ അനുസയത്തെ ഉപേക്ഷിക്കാതെ, അദുഃഖ അസുഖ വേദനയെ അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള മോഹത്തിൻ്റെ സംസ്കാരത്തെ ഉപേക്ഷിക്കാതെ, അവിദ്യയെ ഉപേക്ഷിക്കാതെ, വിദ്യയെ ഉൽപ്പന്നമാക്കാതെ ഈ വർത്തമാനകാല ജീവിതത്തിലെ ദുഃഖം ഇല്ലാതാക്കുക എന്നത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെയും മനസ്സിലാക്കേണ്ടത്. സ്രോതത്തെയും ശബ്ദത്തെയും ആശ്രയിച്ചിട്ടാണ് സ്രോതവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. മൂക്കിനെയും ഗന്ധത്തെയും ആശ്രയിച്ചിട്ടാണ് ഘാണവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. നാവിനെയും രസത്തെയും ആശ്രയിച്ചിട്ടാണ് ജിഹ്വാവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. ശരീരത്തെയും സ്പർശവ്യ പദാർത്ഥത്തെയും ആശ്രയിച്ചിട്ടാണ് കായവിജ്ഞാനം ഉണ്ടാകുന്നത്. മനസ്സിനെയും ധർമ്മത്തെയും ആശ്രയിച്ചിട്ടാണ് മനോവിജ്ഞാനം ഉണ്ടാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന സുഖകരമാകാം, ദുഃഖകരമാകാം, അദുഃഖ അസുഖ വേദനയാകാം. നമ്മൾ സുഖമായിട്ടുള്ള വേദനയെ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ അഭിനന്ദിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്, അതിൽ ആസക്തനാകുകയാണ് എങ്കിൽ അതിൻ്റെ ഉള്ളിൽ രാഗത്തിൻ്റെ അനുസയം ഉണ്ട്. അതായത് രാഗത്തിൻ്റെ സംസ്കാരം ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുഃഖമുള്ള വേദന സ്പർശിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ശോകിക്കുകയാണ്, കരയുകയാണ്, പരിദേവം ചെയ്യുകയാണ്, മോഹം ഉണ്ടാകുകയാണ് എങ്കിൽ അതിൻ്റെ ഉള്ളിൽ ദ്വേഷത്തിൻ്റെ അനുസയം ഉണ്ട്. നമ്മൾ ഒരു അദുഃഖ അസുഖ വേദന അനുഭവിക്കുകയാണ് എങ്കിൽ ആ വേദനയുടെ ഉൽപ്പത്തിയെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ അറിയുന്നില്ല, വ്യയത്തെ ശരിയായിട്ടുള്ള രീതിയിൽ അറിയുന്നില്ല, ആസ്വാദനം, ആദിനവം, അതിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരാം എന്ന് നമ്മൾ ശരിയായിട്ട് അറിയുന്നില്ല എങ്കിൽ അവിടെ അവിദ്യയുടെ അനുസയം ഉണ്ട്. ഭിക്ഷുക്കളെ, സുഖത സംവേദനകളോട് രാഗം ഉപേക്ഷിക്കാതെ, ദുഃഖത സംവേദനകളോട് ദ്വേഷം ഉപേക്ഷിക്കാതെ, അദുഃഖ അസുഖ സംവേദനകളോട് മോഹം ഉപേക്ഷിക്കാതെ, അവിദ്യയെ ഉപേക്ഷിക്കാതെ, വിദ്യയെ ഉൽപ്പന്നമാക്കാതെ നമ്മൾക്ക് ഈ വർത്തമാനകാലത്തിൽ ദുഃഖത്തിന് അറുതി വരുത്തുക എന്നുള്ളത് അസംഭവ്യമാണ്. ഇനി അടുത്തതായിട്ട് ആ ദുഃഖത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഭിക്ഷുക്കളെ, ചക്കുവിനെയും രൂപത്തെയും ആശ്രയിച്ചിട്ടാണ് ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന സുഖകരമാകാം, ദുഃഖകരമാകാം, അദുഃഖ അസുഖ ആവാം. അങ്ങനെ സുഖകരമായിട്ടുള്ള വേദന ഉണ്ടാകുകയാണ് എങ്കിൽ അതിനെ നിങ്ങൾ അഭിനന്ദിക്കുന്നില്ല, സ്വാഗതം ചെയ്യുന്നില്ല, അതിനോട് ആസക്തനാകുന്നില്ല എങ്കിൽ അതിൻ്റെ ഉള്ളിലെ രാഗത്തിൻ്റെ സംസ്കാരം ഉണ്ടാകുന്നില്ല. നിങ്ങൾ ദുഃഖകരമായിട്ടുള്ള വേദന അനുഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അതിൽ ശോകം ഉണ്ടാക്കുന്നില്ല, കരയുന്നില്ല, പരിദേവം ചെയ്യുന്നില്ല, മോഹം ഉണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ ഉള്ളിൽ ദ്വേഷത്തിൻ്റെ അനുശയം ഉണ്ടാകുന്നില്ല. നിങ്ങൾ അദുഃഖ അസുഖമായിട്ടുള്ള വേദന അനുഭവിക്കുകയാണ് എങ്കിൽ സത്യമായിട്ടും ആ വേദനയുടെ തുടക്കം, ഒടുക്കം, ആസ്വാദനം, ആദിനവം, അതിൽ നിന്ന് എങ്ങനെ വെളിയിൽ പോകാം എന്ന് നമ്മൾ ശരിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ അവിദ്യയുടെ അനുശയം ഉണ്ടാകുന്നില്ല. ഭിക്ഷുക്കളെ, സുഖമായിട്ടുള്ള വേദന ഉണ്ടാകുന്ന സമയത്ത് അതിനോട് ഉള്ള രാഗം നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ദുഃഖകരമായിട്ടുള്ള വേദന ഉണ്ടാകുകയാണെങ്കിൽ അതിനോടുള്ള ദ്വേഷം നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അദുഃഖ അസുഖ വേദന ഉണ്ടാകുകയാണെങ്കിൽ അതിനോടുള്ള മോഹം നമ്മൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ, അവിദ്യയെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ, വിദ്യയെ നമ്മൾ ഉൽപ്പന്നമാക്കുകയാണ് എങ്കിൽ ഈ വർത്തമാനകാലത്തിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ ദുഃഖത്തിന് അറുതി വരുത്താൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. ഭിക്ഷുക്കളെ, കാതിനെയും ശബ്ദത്തെയും ആശ്രയിച്ചിട്ടാണ് സ്രോതവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. മൂക്കിനെയും ഗന്ധത്തെയും ആശ്രിതമാക്കിയിട്ടാണ് ഘാണവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. നാവിനെയും രസത്തെയും ആശ്രയിച്ചിട്ടാണ് നാവിൻ്റെ വിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. ശരീരത്തിൻ്റെയും സ്പർശവ്യ പദാർത്ഥത്തെയും ആശ്രയിച്ചിട്ടാണ് കായവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. മനസ്സിനെയും ധർമ്മത്തിനെയും ആശ്രയിച്ചിട്ടാണ് മനോവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. മൂന്നിൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശത്താലാണ് സുഖം, ദുഃഖം, അദുഃഖമസുഖം ആയിട്ടുള്ള വേദന ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് സുഖകരമായിട്ടുള്ള ഒരു വേദന ഉണ്ടാകുകയാണ് എങ്കിൽ നിങ്ങൾ അതിനെ അഭിനന്ദനം ചെയ്യുന്നില്ല, സ്വാഗതം ചെയ്യുന്നില്ല, അതിൽ ആസക്തനാകുന്നില്ല എങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള രാഗത്തിൻ്റെ അനുശയം ഉണ്ടാകുന്നതല്ല.
നിങ്ങൾക്ക് ദ്വേഷമുള്ള ഒരു വേദന ഉണ്ടാകുകയാണ് എങ്കിൽ അതുമൂലം നിങ്ങൾ ശോകിക്കുന്നില്ല, നിങ്ങൾ കരയുന്നില്ല, പരിദേവം ചെയ്യുന്നില്ല, മോഹത്തിൽ ആശ്രിതനാകുന്നില്ല എങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ദ്വേഷത്തിൻ്റെ അനുശയം ഉണ്ടാകുന്നില്ല. നിങ്ങൾ അസുഖം ആയിട്ടുള്ള ഒരു വേദന അനുഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ സത്യമായിട്ടും അതിൻ്റെ തുടക്കം, അതേപോലെ തന്നെ ഒടുക്കം, ആസ്വാദനം, ആദിനവം എങ്ങനെ വെളിയിൽ വരാം എന്നതിന് ശരിയായിട്ട് നമ്മൾ അറിയുകയാണെങ്കിൽ അവിടെ അവിദ്യയുടെ ആസവവും ഉണ്ടാകുന്നില്ല. ഭിക്ഷുക്കളെ, സുഗത സംവേദനയോട് രാഗം നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ദുഃഖ സംവേദനകളോട് നമ്മൾ ദ്വേഷം ഉപേക്ഷിക്കുകയാണെങ്കിൽ, അസുഖ സംവേദനകളോട് നമ്മൾ മോഹം ഉപേക്ഷിക്കുകയാണ്, നമ്മൾ അവിദ്യ ഉപേക്ഷിക്കുകയാണ്, അതേപോലെ തന്നെ വിദ്യ ഉൽപ്പന്നമാകുകയാണ് എങ്കിൽ ഈ വർത്തമാനകാലത്തിൽ തന്നെ നമ്മൾക്ക് ദുഃഖത്തിന് അറുതി വരുത്താൻ സാധിക്കും. ഇപ്രകാരം കണ്ടുകൊണ്ട് ഭിക്ഷുക്കളെ, ഒരു ജ്ഞാനിയായിട്ടുള്ള ആര്യ ശ്രാവകൻ ചക്ഷുവിൽ അനാസക്തനാകുന്നു, രൂപത്തിൽ അനാസക്തനാകുന്നു, ചക്ഷുവിജ്ഞാനത്തിൽ അനാസക്തനാകുന്നു, ചക്ഷുസ്പർശത്തിൽ അനാസക്തനാകുന്നു, വേദനയിൽ അനാസക്തനാകുന്നു, തൃഷ്ണയിൽ അനാസക്തനാകുന്നു. ഇതേപോലെ തന്നെ കാതിൽ അനാസക്തനാകുന്നു, മൂക്കിൽ അനാസക്തനാകുന്നു, നാവിൽ അനാസക്തനാകുന്നു, ശരീരത്തിൽ അനാസക്തനാകുന്നു, മനസ്സിൽ അനാസക്തനാകുന്നു, ധർമ്മത്തിൽ അനാസക്തനാകുന്നു, മനോവിജ്ഞാനത്തിൽ അനാസക്തനാകുന്നു, മനസ്സിൻ്റെ സ്പർശത്തിൽ അനാസക്തനാകുന്നു, വേദനയിൽ അനാസക്തനാകുന്നു, തൃഷ്ണയിൽ അനാസക്തനാകുന്നു. അനാസക്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിരജ്യതി, രാഗമുണ്ടാകുന്നില്ല. രാഗമുണ്ടാകുന്നില്ല എങ്കിൽ വിമുക്തനാകുന്നു. വിമുക്തനായി കഴിഞ്ഞാൽ വിമുക്തനായി എന്ന ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോൾ അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, എൻ്റെ പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യണമോ അത് ചെയ്തു, ഇനി ഞാൻ ഒരു ലോകത്തിലേക്കും തിരിച്ചു വരുന്നതല്ല, അതായത് അർഹന്തനായി. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭിക്ഷുക്കൾ ഭഗവാന്റെ ആ ഉപദേശത്തെ അംഗീകരിച്ചു, അതിൽ സന്തുഷ്ടരായി. ഭഗവാൻ ഈ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 60 ഭിക്ഷുക്കളുടെ മനസ്സ് ആസവങ്ങളിൽ ചിത്തം ഒട്ടിപ്പിടിക്കാതെ അനാസവം ആയി, അതായത് അർഹന്തരായി എന്നാണ് പറയുന്നത്. ചച്ചക്ക സൂത്തം നിഷ്ഠിതം. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയത്തേക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.